കുട്ടികൾ തെറ്റുകൾ ചെയ്തിട്ട് പിടിക്കപ്പെടാതിരുന്നാൽ എന്താണ് കുഴപ്പം? വലിയ കുറ്റവാളികളുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ അവർ ആദ്യം ചെയ്ത കുറ്റകൃത്യങ്ങളൊന്നും പിടിക്കപ്പെട്ടില്ല. ചിലർ കൊലപാതകം ചെയ്തു, ചിലർ ചെറിയ മോഷണം നടത്തി, സെക്ഷൽ വയലൻസിൽ ഉൾപ്പെട്ടു. ആദ്യം അത് ചെയ്തപ്പോൾ അത് പിടിക്കപ്പെട്ടില്ല. പിടിക്കപ്പെട്ടാതിരുന്നപ്പോൾ അവർക്കുണ്ടായ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടായി. മലബാറിലൊരു സ്ത്രീ ഒരു കുടുംബത്തിലുള്ള 6-7 പേരെ കൊലപ്പെടുത്തിയൊരു കേസ് പത്രത്തിൽ മാധ്യമങ്ങളിൽ കണ്ടല്ലോ. അവർ ആദ്യം ചെയ്ത കൊലപാതകമൊന്നും ആരും അറിഞ്ഞുപോലുമില്ല. അതാണ് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് പ്രേരണയായത്. പക്ഷെ അവസാനം അവർ പിടിക്കപ്പെട്ടു. ഇത് തന്നെയാണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഭവിഷ്യത്തുമില്ല, ആരും അറിഞ്ഞില്ല, പിടിക്കപ്പെട്ടില്ല എന്ന ഒരു സ്ഥിതി വന്നാൽ അവർ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുവാനിടയാവും. അപ്പോൾ കുട്ടികൾ പിടിക്കപ്പെടുന്നതും അവർക്ക് ശിക്ഷ കിട്ടുന്നതും അതിൻ്റെ ഭവിഷ്യത്തുകൾ അവർക്ക് ലഭിക്കുന്നതും തന്നെയാണ് നല്ലത്. ചില വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ ഒരു സുഹൃത്ത് ഒരു പേപ്പർ നൽകി. ആ പേപ്പറിൽ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് എഴുതിയിരുന്നത്. അതൊരു 10-12 കാര്യങ്ങളുണ്ട്. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞങ്ങളുടെ ഫ്രിഡ്ജിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. അതിൽ എന്നെ ഏറ്റവും അധികം അതിശയപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അത് ഇങ്ങനെയാണ്. എൻ്റെ തർജ്ജമ ഞാൻ പറയുന്നത്: ദൈവമേ, എൻ്റെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ ഉടൻ തന്നെ പിടിക്കപ്പെടുകയും അതിൻ്റെ ഭവിഷ്യത്തുകൾ അവർ മനസ്സിലാക്കുകയും ചെയ്യണം. സാധാരണഗതിയിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുഞ്ഞിനൊരു അപകടവും വരരുത്, ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അവൻ ശിക്ഷയിൽ നിന്ന് ഒഴിവായി പോകണമെന്നാണ്. പക്ഷേ ഈ പ്രാർത്ഥന അങ്ങനെയല്ല. അവൻ തെറ്റ് ചെയ്താൽ അവൻ ഉടനെ പിടിക്കപ്പെടണം. പിടിക്കപ്പെട്ടില്ലെങ്കിൽ അവൻ ആ തെറ്റുകളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് പിന്നെ വലിയ അപകടത്തിലേക്ക് നയിക്കും.